കാലവർഷക്കാറ്റ് ശക്തമായതോടെ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, കണിയാപുരം, മുരുക്കുംപുഴ റൂട്ടിൽ അതിൻ്റെ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നടക്കമുള്ള വാർത്തകൾ തെക്കൻ കേരളത്തിൽ നിന്നും വരുന്നു. ഗതാഗതം വൻ ദുഷ്കരമാണ്. കണിയാപുരത്ത് നിന്നും മുരുക്കുംപുഴയിലേക്കും ചിറയൻകീഴിലേക്കും പോകുന്ന പ്രധാന റോഡിലാണ് വെള്ളക്കെട്ട്. TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ വായിച്ചിരുന്നത്. ഹരി, ഒരു വളരെ പ്രധാനപ്പെട്ടൊരു പാതയാണ്. ആ പാത ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നു. പലയിടത്തും ഇത് തന്നെയാണോ സ്ഥിതി? നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നുമുണ്ടോ? ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് തീരദേശത്തടക്കം? ഇന്ന് രാവിലെ 10 മണിവരെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിലും അതിശക്തമായ മഴ ഈ മണിക്കൂറുകളിൽ പെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 10 മണിക്ക് മഴ മുന്നറിയിപ്പ് വന്നപ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയും അതിശക്തമായ മഴ മലയോര മേഖലകളിലടക്കം പെയ്തിരുന്നു. പലയിടത്തും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴയിലാണ് ഈ കണിയാപുരത്ത് മുരുക്കുംപുഴ റൂട്ടിൽ വരിക്കമുക്ക് എന്ന സ്ഥലത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഇതിനു മുമ്പും മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വാഹനങ്ങൾ പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്, പോകുന്നത് വളരെ ദുഷ്കരമാണ്, ഗതാഗതം വളരെ ദുഷ്കരമാണ് എന്നും പറയുന്നുണ്ട്. കണിയാപുരത്തിനും മുരുക്കുംപുഴയിലേക്കും ചിറയൻകീഴിലേക്കും പോകുന്ന പ്രധാന റോഡാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത് മാത്രമല്ല, വേറൊരു നാശനഷ്ടം എന്ന് പറയുന്നത് കിളിമാനൂരാണ്. കിളിമാനൂർ നഗരൂരിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണിട്ടുണ്ട്. അവിടെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ഇന്നലെ രാത്രി, അതായത് രാത്രി ഒരു 1 മണിയോടെയാണ് ഈ സംഭവം. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കോയിക്കമൂല സ്വദേശികളായ ദീപുവിൻ്റെ അമ്മ, 80 വയസ്സുണ്ട് പ്രായം, ഇവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദീപുവിൻ്റെ തലയ്ക്കും അമ്മയുടെ ശരീരഭാഗത്തും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. മഴ ഇനിയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. മലയോര മേഖലകളിലൊക്കെ ഇതുപോലെ ജാഗ്രത തുടരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.